ബൈസിപിറ്റൽ ടെൻഡിനൈറ്റിസ് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബൈസപ്പ് മസിൽ, അതായത് നമ്മൾ എപ്പോൾ നമ്മുടെ മസിൽ കാണിക്കാൻ പറഞ്ഞാലും നമ്മൾ കാണിക്കുന്നതാണ് ബൈസപ്സ്. ആ മസിലിന്റെ ടെൻഡിനൈറ്റിസ്, അതായത് ആ മസിൽ രണ്ട് തരത്തിലാണ് പോണത്. ഇവിടെയും ആയിട്ടാണ് അതിന്റെ ഒറിജിനും ഇൻസേർഷനും വരാം. അപ്പൊ അതിൽ നമ്മൾ ഇപ്പോൾ വെയിറ്റ് എടുത്തിട്ടാവാം, പല കാരണങ്ങളാൽ നമുക്ക് അവിടെ വേദന, ബൈസപ്പ് മസിൽ ഭയങ്കര പെയിൻ വരാം, ഒരു ടെൻഡിനൈറ്റിസ് പോലെ വരാം. അങ്ങനെയുള്ളവർക്കുള്ള എന്ത് ചെയ്യാം, അതിന്റെ സ്ട്രെച്ച് എന്താണ്, അതാണ് കാണിക്കാൻ പോണത്. പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഇതെങ്ങനെ സ്ട്രെച്ച് ചെയ്യാം, ഈ ബൈസെപ്സ് മസിൽ നമുക്ക് എങ്ങനെ സ്ട്രെച്ച് ചെയ്യാം, അതാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചുമലിനോട് ചേർന്ന് നിൽക്കുക, കൈ എന്നിട്ട് ഇങ്ങനെ വെക്കുക, 90 ഡിഗ്രിയിൽ വെക്കുക, ശരിക്കും നേരെ നിൽക്കുക. എന്നിട്ട് തല ഇങ്ങോട്ട് ടേൺ ചെയ്യാം. ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, വിടാം, ടേൺ ചെയ്യാം. 1 2 3 4 5 വിടാം, 1 2 3 4 5 വിടാം. ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബൈസെപ്സ് മസിൽ ശരിക്കും അത് ഫുള്ളാവുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഇതുപോലെ തന്നെ രണ്ടാമത്താണ്, അതായത് ഈ ബൈസെപ്സ് മസിലിൽ രണ്ട് ഇതുണ്ട്, മസിൽ ഫൈബേഴ്സ് ഉണ്ട്. അത് രണ്ടാമത്തെ സ്ട്രെച്ച് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് കയറ്റി വെക്കുക. അതായത് 90 ഡിഗ്രിയാണ് ആദ്യം വെച്ചത്, ഇത് കുറച്ച് ബാക്കിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ അങ്ങ് ടേൺ ചെയ്യുക. 1 2 3 4 5 സെക്കൻഡ്സ് ഹോൾഡ്, റിലീസ് ചെയ്യുക. 1 2 3 4 5 റിലീസ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷോൾഡറിന്റെ ഇവിടെ വരെ നമുക്ക് നല്ല കൂളിംഗ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബൈസെപ്സ് ടെൻഡിനൈറ്റിസിനുള്ള ഒരു സ്ട്രെച്ചിങ് ആണ് ഇപ്പോൾ ഈ കാണിച്ചെന്ന രണ്ട് കാര്യങ്ങളും. ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് എത്ര ചെയ്യണോ അത്രയും നല്ലതാണ്, അത്രയും ബ്ലഡ് സപ്ലൈ വർദ്ധിക്കും, നമ്മുടെ ബൈസെപ്സ് മസിൽ കുറച്ചും കൂടി നറിഷും കുറച്ചും കൂടി നല്ല രീതിയിൽ പൾക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത് ടെൻഡിനൈറ്റിസ് അഥവാ പെയിൻ നമുക്ക് അവിടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഐസിങ് വെക്കാം. നമുക്ക് മെയിനായിട്ട് താഴെയും ഇവിടെയായിട്ടാണ്, ഇവിടേക്ക് ആയിട്ടാണ് നമുക്ക് അതിന്റെ വേദന വരാം. ആ വേദന വരുമ്പോൾ നമ്മൾ ഐസിങ് വെക്കാം. അതുപോലെ തന്നെ അതുമാക്കി നന്നായി ഇങ്ങനെ പിടിക്കാം, നമുക്ക് നന്നായി പ്രസ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് ചെറുതായിട്ട് മൂവ്മെന്റ് ചെയ്യാം. ഇങ്ങനെ ഒരു 2 minutes to 3 minutes ഇങ്ങനെ ചെയ്യാം, അടുപ്പിച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൂവ്മെന്റ് ചെയ്യാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് അവിടെ ഒന്ന് റിലീസ് ആവും, അവിടെ ഫേഷ്യൽ ഒന്ന് റിലീസ് ആവും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഐസോമെട്രിക് പോലെ, അതിനൊരു ബലം വെപ്പിക്കണ പോലെ. നേരത്തെ നമ്മൾ സ്ട്രെച്ച് ആണ് ചെയ്തത്, ഇനി അതിന് ബലം വെപ്പിക്കാൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് നന്നായി ആക്കുക. അതായത് താഴേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക, നമ്മൾ കൈ കൊണ്ട് റെസിസ്റ്റൻസ് കൊടുക്കുക. ആക്ഷൻ എന്താണ് ഈ കയ്യിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ റിസ്റ്റ് മേലേക്ക് പൊക്കാനും അതുപോലെ ഈ എൽബോ വന്നിട്ട് സ്ട്രെയിറ്റ് ആക്കാനും ഇത് നോക്കിക്കൊണ്ടിരിക്കുക. അതായത് റിസ്റ്റ് മേലേക്കും എൽബോ സ്ട്രെയിറ്റ് ആക്കാനും നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളപ്പോൾ ഇതിന് ഒരു റെസിസ്റ്റൻസ് മാറ്റി കൈ കൊണ്ട് കൊടുക്കാം. അതായത് നോക്കിക്കോളൂ, 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം, വിടാം, 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം, വിടാം. ഇതാണ് ഐസോമെട്രിക്സ്, ബൈസെപ്സിന്റെ മസിലിന്റെ ഐസോമെട്രിക്സ് വരാം. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. ബൈസെപ്സിൽ ടെൻഡിനൈറ്റിസ് ഉള്ളവർക്ക്, അതായത് ബൈസെപ്സ് മസിലിന്റെ പെയിൻ അഥവാ ടെൻഡിനൈറ്റിസ് ഉള്ളവർ ചെയ്യേണ്ടത് ആദ്യം 2 സ്ട്രെച്ചുകൾ, അത് കഴിഞ്ഞാൽ ഐസിങ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ചെറിയ ഫേഷ്യൽ റിലീസിങ്ങിന് വേണ്ടിയിട്ട് ട്രിഗർ റിലീസ് എന്നും പറയും. നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ചെറുതായി മൂവ്മെന്റ് കൊടുക്കുക. 2 to 3 minutes അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തന്നെ സ്വയം ചെയ്യുക. അതുപോലെ തന്നെ ഐസോമെട്രിക്സ് ചെയ്യുക. ഇതാണ് ബൈസെപ്സിൽ ടെൻഡിനൈറ്റിസിനുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്. എല്ലാവരും ചെയ്തു നോക്കും. താങ്ക് യു.